തൻ്റെ ഭാര്യയ്ക്ക് മറ്റൊരു പുരുഷനുമായി ബന്ധമുണ്ട്, അതും അവൾ പഠിച്ച കാലത്ത് അവളുടെ കാമുകനായിരുന്ന പുരുഷൻ. ഇത്തരത്തിലൊരു സംഭവം ഉണ്ട് എന്നറിഞ്ഞാൽ അവളെ എങ്ങനെ വകവരുത്തുമെന്നുള്ളത് ഏതാണ്ട് ഇക്കാലയളവിലുടനീളം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള ഒരുപാട് ദുരന്ത കഥകൾ നമ്മുടെ കൺമുൻപിലൂടെ നിരന്തരം ഓടിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിൽ നമ്മൾ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത, പിന്നീട് ഒരിക്കലും ഇതുവരെ നമ്മുടെ കാതുകളിൽ നമ്മൾ കേൾക്കാത്ത തരത്തിലുള്ള ഒരു കൊലപാതക കഥ. അതെ, അത്തരത്തിലൊരു കഥയെക്കുറിച്ചാണ് ഇന്ന് ക്രൈം സീൻ പറയുന്നത്. വർഷങ്ങൾക്ക് ഏറെ മുമ്പ്, ഏതാണ്ട് 1995 ആ കാലഘട്ടമല്ല, 1995 ജൂലൈ 2 നടന്ന ഒരു സംഭവം. ജൂലൈ 2 നേരം പുലരുമ്പോൾ രാജ്യ തലസ്ഥാനം ഒന്നാകെ, എന്തിനധികം നമ്മുടെ രാജ്യം ഒന്നാകെ ഞെട്ടിത്തരിച്ച ഒരു കൊലപാതക കഥ, ഒരു സംഭവം കേട്ടുകൊണ്ടാണ് ഉണരുന്നത്. സ്വന്തം ഭാര്യയെ തന്തൂരി അടുപ്പിലിട്ട് കൊന്നിരിക്കുന്നു. അതും ഒരു കോൺഗ്രസ് നേതാവ്. കൊല്ലപ്പെട്ടതും കോൺഗ്രസ് നേതാവ്. എല്ലാ രീതിയിലും കോൺഗ്രസ് വളരെയധികം പെടാപ്പാട് പെട്ടുപോയ ഒരു സംഭവം. ഈ കേസ് തെളിയുന്നതിന് പിന്നിൽ പ്രധാനമായും നിലകൊണ്ടതും ഒരു മലയാളി പോലീസ് ഉദ്യോഗസ്ഥനാണ്. അന്ന് രാത്രി, അതായത് സംഭവം നടക്കുന്ന അന്ന് രാത്രി, ഡൽഹി കോണാട്ട് പ്ലേസ് പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ ആയിട്ടുള്ള കൊല്ലം ഓച്ചിറ സ്വദേശി അബ്ദുൾ നസീർ കുഞ്ഞിനും ഹോംഗാർഡായിട്ടുള്ള ചന്ദ്രപാലിനും അന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്ന അശോക റോഡിലാണ്. അന്ന് തെരുവുകളെല്ലാം വളരെ ശാന്തമാണ്. നിരത്തുകളിലൊന്നും വലിയ ആളനക്കമൊന്നുമില്ല. പെട്ടെന്നൊരു ഹോട്ടലിന് അവിടെ തീപിടുത്തം ഉണ്ടാകുന്നതായിട്ട് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ആരോ ഉറക്കെ ഇത് വിളിച്ചു പറയുന്നത് കേട്ടതോടു കൂടിയാണ് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് എന്നും പറയപ്പെടുന്നുണ്ട്. എന്തു തന്നെയായാലും ഈ സംഭവം, പോലീസ് ഉദ്യോഗസ്ഥരായതുകൊണ്ട് തന്നെ ഈ സംഭവം അറിഞ്ഞയുടൻ അവർ, അബ്ദുൾ നസീർ കുഞ്ഞും സഹപ്രവർത്തകനും ഈ സ്ഥലത്തേക്ക് പാഞ്ഞെത്തുകയാണ്. റോഡിനരികിലെ റെസ്റ്റോറന്റിൽ നിന്നാണ് ഈ തീയും പുകയും അത്രയും ഉയരുന്നത്. ഇതിന് മുകളിലേക്ക് നിലകളുണ്ട്. അപ്പോൾ അവരുടെ ആശങ്ക കൂടി. ഇത്രയും വലിയൊരു തീപിടുത്തം, ഇത് ഇനിയും ആളി പടർന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ കെട്ടിടത്തിലുള്ളവരും എല്ലാവരും, ഈ കെട്ടിടം ഒന്നാകമാനം അപകടത്തിലാകില്ലേ? അവർ ഉടൻ തന്നെ ഫയർഫോഴ്സിനെ അറിയിക്കാനായിട്ട് ടെലിഫോൺ ബൂത്തുകളിലേക്ക് ഓടുന്നു. അന്നൊക്കെ പബ്ലിക് ടെലിഫോൺ ബൂത്തുകളാണ് ഉള്ളത്. അത്തരത്തിൽ പബ്ലിക് ടെലിഫോൺ ബൂത്തിലേക്ക് പോകുന്നു. ഉടനടി പോലീസ് സ്റ്റേഷനിലേക്കും ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കുന്നു. എന്നിട്ട് കൂടുതൽ കാത്തു നിൽക്കാതെ ഇവർ രണ്ടുപേരും കൂടി ഈ സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞെത്തുകയാണ്. ഈ റെസ്റ്റോറൻറ്റിലേക്ക് ഇവർ ആദ്യം എത്തുന്നത് അവിടെ ആരും ഉണ്ടാകില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ജീവനക്കാരന്റെ അശ്രദ്ധ കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ആപത്തുണ്ടായേക്കാം, അതുകൊണ്ട് വേഗം എത്തണം എന്ന് കരുതിയാണ്. പക്ഷെ അവിടെ എത്തി അവർ ഞെട്ടിപ്പോയി. കാരണം ഈ അടുപ്പിൽ ഇത്രയും ആളിക്കത്തുന്ന ഒരു തീ, ആ തീ അണയ്ക്കാൻ ശ്രമിക്കാതെ അതിനെ ആളിക്കത്തിക്കുന്ന കേശവ് കുമാർ എന്ന് പറയുന്നയാളെയാണ് അവർ കാണുന്നത്, ഈ പോലീസ് ഉദ്യോഗസ്ഥർ കാണുന്നത്. തീ ആളിക്കത്തിക്കുന്നതിന് സ്വാഭാവികമായും ഒരു പോലീസ് എന്നുള്ള നിലയിലും സ്വാഭാവികമായ ഒരു മനുഷ്യൻ എന്ന നിലയിലും ഇവർ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഇത് ആളിക്കത്തിക്കുകയല്ലേ, എന്തിനാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്? കേടുപാട് സംഭവിക്കില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അയാൾ വളരെ നിസ്സംഗമായിട്ടാണ് ഉത്തരം പറയുന്നത്, ഞങ്ങളുടെ പാർട്ടിയുടെ പഴയ പോസ്റ്ററുകളും പഴയ നോട്ടീസുകളും ബാനറുകളും ഒക്കെ അങ്ങ് ഞങ്ങൾ നശിപ്പിച്ച് കളയുകയാണ്, തീയിട്ട് കത്തിച്ചു കളയുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള കേശവ് കുമാർ പറയുന്നത്. അവിടെ തൊട്ടടുത്ത് ഗേറ്റിനോട് ചേർന്നിട്ടുള്ള ടെന്റിൽ മറ്റൊരാൾ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അത് യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള സുശീൽ ശർമ്മയാണ്. അവിടെയും ചെന്ന് ചോദിച്ചു, ഇത് എന്താണ് ഈ കാണിക്കുന്നത്? ഇത് ആളിക്കത്തുകയല്ലേ, വലിയ നാശനഷ്ടം സംഭവിക്കില്ലേ, വലിയ അപകടം ഉണ്ടാവുകയില്ലേ? അതൊന്നും നിങ്ങൾ പേടിക്കണ്ട, ഇത് ഞങ്ങളുടെ പാർട്ടിയുടെ പഴയ ബാനറുകളൊക്കെ കത്തിക്കുകയാണ്. കേശവ് കുമാർ പറഞ്ഞ അതേ കാര്യം സുശീൽ ശർമ്മയും പറയുകയാണ്. പോലീസിന് ഒന്നും മനസ്സിലായില്ല. അവരോട് പറയുകയാണ് സുശീൽ കുമാർ, നിങ്ങൾ ഇവിടെ നിന്ന് പോയിക്കോളൂ, ഇത് യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല. ഇവർ ഇത്തരത്തിൽ കേട്ടുകൊണ്ട് പിന്തിരിഞ്ഞ് നടക്കാൻ പോകുമ്പോഴും നസീർ കുഞ്ഞിൻ്റെ ഉള്ളിൽ
ആ പോലീസിലെ ഒരു കുറ്റാന്വേഷകന്റെ ത്വരയുണ്ടായി. സ്വാഭാവികമായും ഇയാൾ ആലോചിച്ചു, നസീർ കുഞ്ഞ് ആലോചിക്കുകയാണ്, ഇതല്ല, ഇതിനപ്പുറം മറ്റു എന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അയാൾക്ക് അങ്ങനെ പിന്തിരിഞ്ഞു പോകാനായില്ല. ഇയാൾ പിന്നിലേക്ക് ചെല്ലുമ്പോൾ ഇതിന് പുറകിലായിട്ട് ഏതാണ്ട് ഒരു 8-10 അടി പൊക്കമുള്ള ഒരു മതിലുണ്ട്. ഈ മതിലിന്റെ ചാടിക്കടന്നുകൊണ്ട് ഇപ്പുറത്തെത്തുമ്പോഴും ഇയാൾ കാണുന്നത് ഇത്തരത്തിലുള്ള ഒരു കാഴ്ച തന്നെയാണ്. അപ്പോഴും ചോദിക്കുന്നു, ഇതെന്താണ് ഈ നടക്കുന്നത് എന്നുള്ളത്. അവിടെ പിന്നീട് സംഭവിക്കുന്നത് മുഴുവൻ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഈ സംഭവത്തിനിടയിലാണ് ഈ പോലീസുകാരൻ അറിയുന്നത്, നസീർ കുഞ്ഞ് അറിയുന്നത്, ഇത് ഒരു കൊലപാതക ശ്രമമാണ്, അല്ലെങ്കിൽ ഇതൊരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. ഇവിടേക്ക് ഫയർഫോഴ്സ് എത്തുന്നു, തീയണയ്ക്കുന്നു. അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും അവിടെയുള്ള 2 പേരെയും ഒക്കെ കൂട്ടിക്കൊണ്ട് നസീർ കുഞ്ഞ് ചേർന്നുകൊണ്ട് കെട്ടിടത്തിന് മുകളിലേക്ക് പോവുകയാണ്, മറ്റു ഭാഗങ്ങളിൽ എന്തെങ്കിലും കേടുപാടൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാനായിട്ട്. അവിടെ എത്തുമ്പോൾ യാതൊരു പ്രശ്നങ്ങളും ഇത്തരത്തിൽ മുകൾ ഭാഗത്തുള്ള നിലകളിലൊന്നും സംഭവിച്ചിട്ടില്ല. ആശ്വാസം എന്നു കരുതി അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോഴേക്കും ഒരു വല്ലാത്ത രൂക്ഷഗന്ധം അത് നസീർ കുഞ്ഞിന് അനുഭവപ്പെടുന്നു. ഇത് എന്തായാലും ചിക്കൻ്റെയോ മറ്റ് മാംസങ്ങളുടെയോ ഒന്നുമല്ല, നമ്മൾ ഭക്ഷിക്കാൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള മാംസങ്ങളുടെ ഒന്നും ഗന്ധമല്ല, അത് വല്ലാത്തൊരു രൂക്ഷ ഗന്ധമായിരുന്നു. നസീർ കുഞ്ഞ് ഉടനടി താഴേക്ക് ചെല്ലുന്നു. താഴേക്ക് ചെന്നുകൊണ്ട് ഇതൊരു തന്തൂരി അടുപ്പിലിട്ടാണ് ഈ ബാനറുകളെല്ലാം കത്തിച്ചുകൊണ്ടിരുന്നത്. ആ തന്തൂരി അടപ്പ് ഇളക്കി നോക്കുമ്പോൾ ഞെട്ടിക്കുന്ന ദൃശ്യമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കാണുന്നത്. അവിടെ ആദ്യം ഉയർന്നു വന്നത് അസ്ഥികളാണ്. പിന്നീട് കാണുന്നത് ഒരു ശരീരമാണ്, വെന്ത് ഇല്ലാതെയായിപ്പോയ ഒരു ശരീരം ആ അടുപ്പിന്റെ കനലുകൾ മാറ്റിക്കഴിഞ്ഞപ്പോൾ ഉയർന്നു വരികയാണ്. ഞെട്ടിക്കുന്ന ദൃശ്യമായിരുന്നുവെന്ന് പിന്നീട് നസീർ കുഞ്ഞ് ഇതേക്കുറിച്ച് പത്രമാധ്യമങ്ങൾക്കൊക്കെ നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ആ അടുപ്പിലുണ്ടായിരുന്നത് ഒരു സ്ത്രീയുടെ പാതി വെന്ത ശരീരഭാഗങ്ങളായിരുന്നു. പകുതി കത്തിയ ശരീരത്തിന്റെ കാലുകൾ പുറത്തു കാണാമായിരുന്നു. കുടൽമാലകൾ ഉൾപ്പെടെ പുറത്തു വന്നതായിട്ടൊക്കെ പറയുന്നുണ്ട് നസീർ കുഞ്ഞ്. ഇത്രയും ഈ സംഭവം നടക്കുമ്പോഴേക്കും, അതായത് നസീർ കുഞ്ഞിന്റെ ദൃഷ്ടിയിലേക്ക് ഈ കാര്യങ്ങൾ എത്തുമ്പോഴേക്കും അവിടെ നിന്ന് ഈ പറയുന്നയാൾ സുശീൽ ശർമ്മ ഓടി രക്ഷപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ, അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ മേലധികാരികളെ വിവരം അറിയിക്കുകയാണ്. ACP അലോക് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഉടൻ തന്നെ അവിടേക്ക് എത്തുന്നു. പിന്നീടുള്ള അന്വേഷണത്തിലാണ് സുശീൽ ശർമ്മയുടെ ഭാര്യ നൈന സാഹിനിയാണ് കൊല്ലപ്പെട്ടത് എന്ന് കണ്ടുപിടിക്കുന്നത്. സുശീലും ഭാര്യയും തമ്മിലുള്ള വഴക്കാണ് ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചതും. ഡൽഹി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന സുശീൽ ശർമ്മ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവരുമായിട്ടും ഉന്നതരുമായിട്ടുമൊക്കെ വലിയ രീതിയിൽ അടുപ്പം പുലർത്തിയിരുന്ന ഒരാളാണ്. രാഷ്ട്രീയത്തിലാണെങ്കിൽ ഇയാൾ വലിയ രീതിയിലുള്ള ഒരു ഉയർച്ചയൊക്കെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിച്ചു വരികയും ചെയ്യുകയാണ്. ഇതിനിടയിലാണ് നൈന സാഹ്നിയുമായിട്ടുള്ള വിവാഹം നടക്കുന്നത്. അത് പ്രണയ വിവാഹം തന്നെയാണ്, അടുപ്പത്തിലാകുന്നു, പിന്നീട് വിവാഹം കഴിക്കുന്നു. എന്നാൽ നൈന സാഹ്നിക്ക് ഒരു മുൻ കാമുകനുണ്ട്, തനിക്ക് മുമ്പ് മറ്റൊരു കാമുകൻ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം സുശീലിനെ കണ്ടെത്തുകയാണ്. സുശീൽ ഇത് കണ്ടെത്തിയതോടു കൂടിയാണ് ഈ ഒരു സംശയത്തിന് വഴിവെക്കുന്നത്, ഇത് വലിയൊരു വിപത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നതും. നൈന സാഹ്നിയും കോൺഗ്രസ് പ്രവർത്തകയായിരുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റി യൂണിയൻ അംഗങ്ങളായിരുന്ന നൈനയും മത്ലൂബ് കരീമും പ്രണയത്തിലായിരുന്നു. വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരായതുകൊണ്ട് തന്നെ വിവാഹ ജീവിതം സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞ് ഇവർ 2 പേരും പരസ്പരം സുഹൃത്തുക്കളായിട്ട് പിരിയാൻ തീരുമാനിച്ചു. അതിനുശേഷമാണ് സുശീലുമായിട്ട് നൈന അടുക്കുന്നതൊക്കെയും. പിന്നീട് വിവാഹത്തിലേക്ക് എത്തുന്ന കാര്യവും നമ്മൾ പറഞ്ഞു. സുശീലിനെ നേരത്തെ അറിയാമായിരുന്ന മത്ലൂബ് ഇവർ തമ്മിലുള്ള വിവാഹത്തെ ആദ്യം എതിർക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നും വകവയ്ക്കാതെ 1992 സുശീലിനെ വിവാഹം കഴിച്ചു നൈന. എന്നാൽ തനിക്ക് മറ്റൊന്നും മറച്ചു വെക്കാനില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മത്ലൂബുമായിട്ടുണ്ടായിരുന്ന പ്രണയത്തെക്കുറിച്ച് സുശീലുമായിട്ട് ആദ്യമേ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. സുശീലിനോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ
വിവാഹം കഴിഞ്ഞ് ഏതാണ്ട് അസ്വാരസ്യങ്ങളെല്ലാം ആരംഭിക്കുന്നത് 6 മാസത്തിന് ശേഷമാണ്. മത്ലൂബിന്റെയും നയനയുടെയും സൗഹൃദം വളരെയേറെ സംശയത്തോടു കൂടിയാണ് സുശീൽ നോക്കിക്കണ്ടിരുന്നത്. അവർ തമ്മിൽ അവിഹിത ബന്ധമുണ്ട് എന്നായിരുന്നു ഈ പറയുന്ന സുശീൽ മനസ്സിൽ ഉറപ്പിച്ച് വച്ചിരുന്നതും. ഈ സംഭവം നടന്ന ദിവസം രാത്രി, അതായത് 1995 ജൂലൈ 2 രാത്രി മന്ദിർ മാർഗിലെ ഫ്ലാറ്റിലേക്ക് സുശീൽ എത്തുകയാണ്. പക്ഷെ സുശീൽ കാണുന്നത് ഭാര്യ ആരോടോ, അതായത് നയന സാഹ്നി ആരോടോ സംസാരിക്കുകയാണ്. സുശീലിനെ കണ്ടപാടെ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോൺ കട്ട് ചെയ്യലാണ് സുശീലിൽ തൻ്റെ സംശയം കൂടുതൽ ബലവത്താക്കി മാറ്റുന്നത്. നയന ആ സമയം പുറത്തേക്ക് പോവുകയാണ്. വീഡിയോ കാസറ്റിന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാസറ്റ് കൊണ്ടുവരുന്ന പയ്യൻ പുറത്ത് വന്ന് കോളിംഗ് ബെല്ലടിച്ചതിനെ തുടർന്ന് നയന ആ ഭാഗത്തേക്ക് പോവുകയാണ്. ഈ സമയം നോക്കി, ഈ തക്കം നോക്കി സുശീൽ ഫോൺ റീഡയൽ ചെയ്യുകയാണ്. റീഡയൽ ചെയ്തപാട് മത്ലൂബാണ് ഫോൺ എടുക്കുന്നത്. എന്താണ് നയന, ഇപ്പോൾ വിളിച്ചു വെച്ചതേയുള്ളൂ, പിന്നെ എന്തിനാണ് എന്ന് ചോദിക്കുന്നു. സുശീലിന് മത്ലൂബിന്റെ ശബ്ദം പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞു. ഒന്നും മിണ്ടിയില്ല, ഫോൺ കട്ട് ചെയ്തു. നയന സുശീൽ അറിയാതെ വിദേശത്തേക്ക് പോകാനായിട്ട്, ഓസ്ട്രേലിയയിലേക്ക് പോകാനായിട്ട് താല്പര്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് മത്ലൂബിനെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നതായിട്ടാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇരുവരും തമ്മിൽ സംസാരിച്ചിരുന്നത് ഈ കാര്യങ്ങളാണ്. എന്നാൽ ഇതൊന്നും അറിയാതെയാണ് സുശീൽ തൻ്റെ സംശയത്തിൽ മുഴുവനും ഭ്രാന്തനായി പോകുന്നത്. എന്തായാലും മത്ലൂബായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കിയ സുശീൽ നയനയുമായിട്ട് വലിയ വഴക്കിലേക്ക് എത്തിപ്പെടുകയാണ്. ഒടുവിൽ ദേഷ്യം സഹിക്കവയ്യാതെ, ദേഷ്യം അണ പൊട്ടിയൊഴുകിയ നിമിഷത്തിൽ തൻ്റെ റിവോൾവർ എടുത്ത് വെടിയുതിർക്കുന്നു. ഒന്ന് നെറ്റിയിൽ കൊള്ളുന്നു, ഒന്ന് തൊണ്ടയിൽ കൊള്ളുന്നു, മറ്റൊന്ന് ഉന്നം തെറ്റി AC-യിലാണ് കൊള്ളുന്നത്. അങ്ങനെ 3 തവണ വെടിയുതിർത്തതോടുകൂടി നയന മരിച്ചുവെന്ന് ഉറപ്പാക്കിയ സുശീലിന് പെട്ടെന്ന് സുബോധം കിട്ടുകയാണ്. ഇനി എന്തു ചെയ്യും? താൻ ചെയ്തത് വലിയ കടുത്ത അബദ്ധമായി പോയല്ലോ. ഇത് എങ്ങനെ താൻ മറവ് ചെയ്യും? തൻ്റെ രാഷ്ട്രീയ ഭാവി എന്താകും? അങ്ങനെ ആശങ്കകൾ ഏറെയായി. എന്തായാലും അവിടെ ഉണ്ടായിരുന്ന ടേബിളിൽ ഉണ്ടായിരുന്ന കറുത്ത തുണി വലിച്ചെടുത്ത് നയനയുടെ മൃതദേഹം അതിലേക്ക് വച്ച് കെട്ടി കൊണ്ടുപോയി കളയാനായിട്ട് പദ്ധതിയിടുകയാണ് സുശീൽ. ഈ പദ്ധതി ഇടുന്നതിനിടയിൽ അവിടെ പുരണ്ടിട്ടുണ്ടായിരുന്ന, ആ മുറിയിൽ പുരണ്ടിട്ടുണ്ടായിരുന്ന രക്തം എല്ലാം കഴുകി വൃത്തിയാക്കുന്നു. വസ്ത്രത്തിലുണ്ടായിരുന്ന രക്തക്കറ മറയ്ക്കാൻ വേണ്ടി അത് മാറ്റിവെക്കുന്നു. ഇതെല്ലാം ചെയ്തതിന് ശേഷം ഈ നയനയുടെ ശരീരവുമായി, പൊതിഞ്ഞു കെട്ടിയ ശരീരവുമായിട്ട് അപ്പാർട്ട്മെന്റിന് താഴേക്ക് വരികയാണ്. പിന്നീട് നോക്കുമ്പോൾ വീണ്ടും തൻ്റെ ശരീരത്തിൽ ആകമാനം രക്തക്കറ, കൊണ്ടുവന്ന ഭാഗങ്ങളിലും രക്തം വീണ് കിടക്കുന്നു. ഇതെല്ലാം ആരും അറിയാതെ വെപ്രാളപ്പെട്ടുകൊണ്ട് സുശീൽ തുടച്ച് മാറ്റുകയാണ്. വീണ്ടും വസ്ത്രം മാറ്റി എത്തുന്നു. പിന്നീട് പോകുന്നത് തനിക്കുണ്ടായിരുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ്. അവിടെ ചെല്ലുമ്പോഴാണ് ഇത്തരത്തിൽ തന്തൂരി അടുപ്പിലിട്ടുകൊണ്ട് നയനയുടെ മൃതദേഹം കത്തിച്ച് ചാമ്പലാക്കാനുള്ള പദ്ധതിയിടുന്നത്. ആദ്യം പോയിരുന്നത് മറ്റൊരു വലിയ നദിയിലേക്ക്, അവിടെ ഉണ്ടായിരുന്ന നദിയിലേക്ക് കളയാനായിരുന്നു എങ്കിലും അത് ഈ സമയത്ത് സാധ്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ച് റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് ചെയ്തത്. റെസ്റ്റോറൻറ്റ് മാനേജറായ കേശവ് കുമാറിന്റെ സഹായത്തോടുകൂടി സുശീൽ തൻ്റെ ഭാര്യ നയനയുടെ, വെടിയേറ്റ് മരിച്ചു കിടക്കുന്ന നയനയുടെ ശരീരം പല ഭാഗങ്ങളായി മുറിക്കുന്നു. എന്നിട്ട് അതിക്രൂരമായി തന്തൂരി അടുപ്പിലിട്ട് കത്തിച്ച് ഇല്ലാതെയാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഇതാണ് കുപ്രസിദ്ധമായ തന്തൂരി അടപ്പ് കൊലപാതകം. ഒരു കാലഘട്ടത്തിൽ ആകമാനം തന്തൂരി അടപ്പ് കൊലപാതകത്തെക്കുറിച്ച് സംസാരമായിരുന്നു. കാരണം രാജ്യത്തെ ഒട്ടാകെ ഞെട്ടിച്ചു കളഞ്ഞ ഒരു സംഭവമായിരുന്നു ഈ കേസ്. എന്തായാലും അന്നത്തെ ദിവസം, സംഭവം നടന്ന ദിവസം പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയതോടുകൂടി രക്ഷപ്പെട്ട് കളഞ്ഞ സുശീൽ 9ാം ദിവസമാണ് കീഴടങ്ങുന്നത്. കൊലപാതകം നടത്തിയ ദിവസം സുഹൃത്തും IAS ഓഫീസറുമായ DK റാവുവിന്റെ കൂടെ ഗുജറാത്ത് ഭവനിൽ താമസിച്ച സുശീൽ 2ാം ദിനം ജയ്പൂരിലേക്കാണ് കടക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് മുംബൈയിലേക്കും പിന്നീട് ചെന്നൈയിലേക്കും ഒക്കെ കടന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ബംഗളൂരു വരെ എത്തിയ സുശീൽ കാര്യങ്ങൾ പന്തിയല്ല എന്ന് കണ്ട് പോലീസിന് മുമ്പിൽ കീഴടങ്ങുകയാണ് ഉണ്ടായത്. നയനയുടെ കൊലപാതകം സുശീലാണ് നടത്തിയതെന്ന് സ്ഥാപിക്കാൻ വേണ്ട തെളിവുകളൊന്നും
പോലീസിന്റെ പക്കൽ ഉണ്ടായിരുന്നതേയില്ല. സാഹചര്യ തെളിവുകൾ മാത്രം വെച്ചിട്ടാണ് പ്രോസിക്യൂഷൻ ഈ വാദം ആരംഭിക്കുന്നത് തന്നെ. എന്നാൽ പ്രോസിക്യൂഷനെ ഞെട്ടിച്ചുകൊണ്ട് നയനയെ കല്യാണം കഴിച്ചിട്ടില്ല എന്നും മരണം നടന്ന ഫ്ളാറ്റിലല്ല താമസിക്കുന്നതെന്നും സുശീൽ പറഞ്ഞു. എന്നാൽ ഫ്ളാറ്റിലെ താമസക്കാരുടെ മൊഴിയും രഹസ്യ വിവാഹം കഴിച്ചുവെന്ന് നയന തന്നോട് വെളിപ്പെടുത്തിയതായിട്ടുള്ള മത്ലൂബിന്റെ മൊഴിയുമാണ് സുശീലിന്റെ ഈ വാദത്തെ ഖണ്ഡിച്ചത്. ഇത് മാത്രമല്ല, തെളിവുകൾ അവിടെ വേറെയും ഉണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ സുശീലിന്റെ പക്കൽ നിന്ന് പോലീസ് കണ്ടെടുത്ത തോക്കിലെ വെടിയുണ്ട അത് തന്നെയായിരുന്നു നയനയുടെ ശരീരത്തിൽ നിന്ന് ലഭിച്ചത്. ഇതും നിർണായക തെളിവായി മാറി. 1995 ഓഗസ്റ്റ് 1 വാദം ആരംഭിച്ച ഈ കേസിന്റെ വിധി വരുന്നത് 8 വർഷത്തിന് ശേഷമാണ്. 2003 കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞ സുശീൽ ശർമ്മയ്ക്ക് വധശിക്ഷയും തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്ന കേശവ് കുമാറിന് 7 വർഷത്തെ തടവുമാണ് വിചാരണ കോടതി വിധിച്ചത്. സുശീൽ കുമാർ ഇതിനെതിരെ അപ്പീൽ സമർപ്പിച്ചെങ്കിലും അപ്പീൽ ഫയൽ സ്വീകരിച്ച ഹൈക്കോടതി ഈ വാദങ്ങൾക്കെല്ലാം ഒടുവിൽ 2007 ശിക്ഷ ശരിവയ്ക്കുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടത്. എന്നാൽ കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ലെന്നും അതുകൊണ്ട് വധശിക്ഷ ഒഴിവാക്കണമെന്നും സാഹചര്യ തെളിവുകൾ മാത്രമാണ് ശിക്ഷയ്ക്ക് പരിഗണിച്ചത് എന്നും കാണിച്ച് സുശീൽ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചു. ഈ ഹർജിയിൽ വധശിക്ഷ ജീവപര്യന്തമായി കുറച്ചു സുപ്രീം കോടതി. 20 വർഷത്തിനിടെ ഒരു തവണ പോലും സുശീലിന് പരോൾ ലഭിച്ചില്ല. അതിനുശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സുശീൽ ഒരു നിമിഷത്തെ തന്റെ തെറ്റായ ചിന്ത, തന്റെ വിലപ്പെട്ട 20 വർഷങ്ങളാണ് നഷ്ടപ്പെടുത്തിയതെന്ന് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ അനവധി കൊലപാതക കഥകളാണ്, സംഭവങ്ങളാണ് രാജ്യത്തുടനീളമായി നടന്നിട്ടുള്ളത്. ചിലതെല്ലാം നമ്മൾ മറന്നു പോകുന്നു. പുതിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകുന്നു. ഇത്തരത്തിലുള്ള കുപ്രസിദ്ധമായ മറ്റൊരു എപ്പിസോഡുമായി ക്രൈം സീൻ അടുത്ത ദിവസം.